ഒരു ബോർ എന്റെ വകയായി ഞാൻ തരാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അതിനും തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ നല്ലവരായ വ്യക്തിത്വങ്ങൾ ഞാൻ ഓരോരുത്തരെ പ്രത്യേകിച്ചും എടുത്തു പറയാൻ സമയത്തിന്റെ അഭാവത കൊണ്ട് കിടക്കുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ സ്റ്റേജിലുണ്ടായ ബഹുമാനപ്പെട്ട യാണപ്പോയ മുഹമ്മദ് കുഞ്ഞാജി, ഞങ്ങൾ അദ്ദേഹത്തെയും പോയി കാണുകയാണ്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ ഇതിന്റെ പ്രയാസങ്ങളും ഇങ്ങനെ സ്ഥലം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നല്ല മനസ്സോടെ ഞങ്ങളോട് നിങ്ങൾക്ക് സ്ഥലം ലഭിച്ചല്ലോ, ഇനി അവിടെ സ്ഥാപനമല്ലേ വേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ്. അള്ളാഹു ആ പ്രതീക്ഷ പോലെ അത് അള്ളാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ. അതേപോലെ മറ്റൊരു വ്യക്തിത്വമാണ് ബഹുമാനനായ ഇബ്രാഹിം കോടിജ. അദ്ദേഹം ഇന്ന് മൂട അധ്യക്ഷനാണ്. അൽഹംദുലില്ലാ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയും നമ്മുടെ ഇത്തരം സമസ്തയുടെ പരിപാടികൾക്ക് വേണ്ടി ഒരുപാട് സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്ന നാട്ടിൽ തന്നെ നമ്മുടെ ഈ കിന്നയുടെ പ്രവർത്തകരിൽ ഒരാളായി എണ്ണപ്പെടുന്ന ബഹുമാനനായ മുസ്തഫ ഫൈസി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംസുല്ലമ ഇസ്ലാമിക് സെന്ററിലേക്ക് ഒരു ആസ്ഥാനമുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനകമറിഞ്ഞ് സഹായിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. ഇനി നമ്മളെയും ഈ സ്ഥാപനത്തെയും സഹായിക്കാൻ അവർക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഭാഗമായ തറക്കല്ലിടൽ പരിപാടി അൽഹംദുലില്ലാ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ പാലക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ തന്റെ എല്ലാ പ്രയാസങ്ങളും ഒഴിവാക്കി നമ്മുടെ നാട്ടിലേക്ക് എത്തുകയും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ ആ തറക്കല്ലിടൽ പരിപാടി നടത്തി തരികയും ചെയ്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതുപോലെ ഞങ്ങൾ സത്യത്തിൽ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകന്മാർ ബഹുമാനപ്പെട്ട തങ്ങളെ കാണുന്ന അവസരത്തിൽ ഉസ്താദുമായി സംസാരിച്ചു. ഉസ്താദ് ഞങ്ങളെ പറഞ്ഞയച്ചപ്പോൾ ഒരു ഡിസംബറിലോ മറ്റോ നടത്താമെന്ന് വിചാരിച്ചു പോയതാണ്. പക്ഷെ അല്ലാഹു തആല അത് വളരെ വേഗമായി മുന്നോട്ടായി തങ്ങൾക്ക് ഈ സമയത്ത് വരാൻ പറ്റുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ അവസരത്തിൽ ഞങ്ങളിത് ഈ പരിപാടികൾ സംഘടിപ്പിക്കാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകുകയും അവരുടെ തണലിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിധ സ്വാഗതങ്ങളും ഞാൻ അരുളുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ എല്ലാമായ ഈ സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ ഒരു സ്ഥലം ലഭിച്ച ഉടൻ തന്നെ ഞങ്ങൾ ആദ്യമായി കണ്ടത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ. ഉസ്താദിന്റെ വീട്ടിൽ പോയി ആ സന്തോഷം ഞങ്ങൾ പറയുകയും ഉസ്താദും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇതിന്റെ ഒരവസരത്തിൽ ഇവിടെ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ആ പള്ളി ഉദ്ഘാടനത്തിന് വന്ന അറബിയെ ഞങ്ങൾ ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ഉസ്താദ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞു അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയുടെ മാത്രമല്ല കർണാടകയിൽ മാത്രമല്ല കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടിയുള്ള ആഹോരാത്രി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിധ സ്വാഗതങ്ങളും അറിയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ ചടങ്ങിൽ പ്രാർത്ഥന നടത്തേണ്ടിരുന്നത് ബഹുമാനപ്പെട്ട തങ്ങളാണ്, അമീർ തങ്ങൾ അവറുകൾ മഹാനായ പാലക്കാട് തങ്ങളെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അമീർ തങ്ങളായിരുന്നു ഈ 4 വർഷക്കാലം മംഗളനഗറിലുള്ള ഈ സ്ഥാപനത്തിന്റെ പിന്നാലെ ഓടി നടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആരും ഉണ്ടായിരുന്നില്ല, തങ്ങൾ ഒറ്റക്കായി. പക്ഷെ ഈ 1 വർഷം മുതൽക്കാണ് നമ്മുടെ സമർത്ഥനായ സെക്രട്ടറി സിറാജ് അഹമ്മദ് അവർകളും അതേപോലെ തന്നെ അബു സാലിഹ് ഹാജി നമ്മുടെ സ്ഥാപനത്തിന്റെ ഖജാൻജിയും ബഹുമാനനായ ജമാലുദ്ദീൻ മംഗൾനഗർ ഇസാഖ് ഹാജി ഇങ്ങനെയുള്ള നല്ല പ്രവർത്തകന്മാർ, അതേപോലെ കുഞ്ഞുമോണാജ് ഇങ്ങനെയുള്ള ഒരുപാട് നല്ല പ്രവർത്തകന്മാർ തങ്ങളോടൊപ്പം കൈചേർത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ അവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രസ്തുത പരിപാടിയെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ
നമ്മുടെ ഉസ്താദ്. ഒരവസരത്തിൽ നമുക്കിവിടെ സമസ്തയെ കുറിച്ച് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് മിത്തബേൽ ഉസ്താദിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക. ബഹുമാനപ്പെട്ട മിത്തബേൽ ഉസ്താദിനെ കൊണ്ട് തന്നെ ഈ നാടിന്റെ നാനാഭാഗത്തും സമസ്തയുടെ പ്രവർത്തനങ്ങൾ പ്രജ്വലിച്ചു നിൽക്കുകയാണ്. അല്ലാഹു തആല ഇനിയും രോഗിയാണ്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അല്ലാഹു അതൊക്കെയും മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ വേദിയിൽ നമുക്ക് നസീഹത്ത് പറഞ്ഞു തരുന്നത് ബഹുമാനനായ MPM സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അവറുകളാണ്. തങ്ങൾ ഈ വേദിയിലേക്ക് എത്തും. നേരത്തെ നമ്മുടെ തറക്കല്ലിയുടെ പരിപാടിയിൽ ഉണ്ടായിരുന്നു. വളരെയധികം ദൂരത്തു നിന്ന് പ്രയാസപ്പെട്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങളിലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരുക്കപ്പെട്ട വേദിയിലേക്ക് കടന്നു വരും. ബഹുമാനപ്പെട്ട തങ്ങളവരെ അവരുടെ അഭാവത്തിലും ഞാൻ സ്വാഗതം പറയുകയാണ്. അതുപോലെ നമ്മുടെ ഈ സ്ഥാപനം ഇതുവരെ നടന്നു വരാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാമിയ ദാറുസ്സലാമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ജാമിയ ദാറുസ്സലാം എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ഓർമ്മ വരുന്നത് മഹാനായ ഉസ്താദിനെയാണ്. 29ഓളം അഫീറ്റഡ് സ്ഥാപനങ്ങൾ ഇനി നന്ദി ദാറുസ്സലാമിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒക്കെയും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രവർത്തനത്തിന്റെ പരമായിട്ടാണ്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് ആ മഹാനായ ശൈഖനയോടൊപ്പം മഹാനായ ശൈഖുനത്തിന്റെ പ്രിൻസിപ്പാളായും ഉസ്താദിന്റെ ജനറൽ സെക്രട്ടറിയായും ഒരുപാട് കാലം മഹാനായ ശംസുൽ ഉലമയോടൊപ്പം പല പള്ളികളിലും ഓടിച്ചെന്ന് ശംസുൽ ഉലമ പ്രഭാഷണം നടത്തുമ്പോൾ ഉസ്താദ് ഒരു ചെറിയ കിട്ടുന്ന പിരിവുകൾ ശേഖരിച്ചുകൊണ്ടായിരുന്നു ജാമിയ ദാറുസ്സലാമിനെ നടത്തി വന്നിരുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് അത് പന്തലിച്ച് കാണുകയാണ്. നാടിന്റെ നാനാഭാഗങ്ങളിലും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഈ നാട്ടിലും ഇന്ന് സ്ഥിരസ്ഥാനം കുറിച്ചിരിക്കുന്നത്. അല്ലാഹു തആല ആ നേതൃത്വത്തിന് ഇനിയും അല്ലാഹു ഒരുപാട് കാലം നേതൃത്വം കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് അദ്ദേഹത്തിന് തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. അതിന്റെ 40ാം വാർഷികമായ റൂബി ജുബിലി ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പറയും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്കും എല്ലാവിധ സ്വാഗതങ്ങളും അരുളുകയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്ഥാപനം തുടക്കം കുറിക്കാൻ കാരണം ബഹുമാനനായ ശൈഖുന തൊട്ടി മാഹിൽ ഉസ്താദ് അവറുകളായി. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളും ഇതിന് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന് ഉന്നമനത്തിലേക്ക് എത്താൻ വേണ്ടി ഇതിന്റെ പിന്നാലെ പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിയും കൂടിയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിനും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ സ്വാഗതം അരുളുകയാണ്. അതേപോലെ നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനായ സിറാജിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു നിയോഗം പോയപ്പോൾ ഞാൻ വരാം, എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് ഏറ്റെടുത്ത് തന്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി നേരത്തെ തന്നെ നമ്മുടെ സന്യാസ കർമ്മം നടക്കുന്നതിന് മുമ്പ് തന്നെ അതിനോടൊപ്പം നമ്മളോടൊപ്പം നിന്ന ബഹുമാനനായ ആരോഗ്യമന്ത്രി യു ടി ഖാദർ അവர்கள் നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തു തരണമെന്നും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ടവരെ എല്ലാവിധ സ്വാഗതങ്ങളും നേർന്നതോടൊപ്പം ഒരു പക്ഷേ കർണാടകയിൽ വെച്ചുകൊണ്ട് വല്ല സ്ഥാനങ്ങളും മാറ്റമുണ്ടാവുകയാണെങ്കിൽ ഇതിനേക്കാൾ ഉന്നതമായ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്നീ സദസ്സിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്വാഗതം അരുളുകയാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വേദിയിൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ കർണാടക രാജ്യത്തിന്റെ വഖഫ് സമിതിയുടെ ഒരു മെമ്പറും കൂടിയായ ഏണപ്പയ മുഹമ്മദ് കുഞ്ഞി ആജി അവറുകളാണ്. അദ്ദേഹത്തെയും ഞാൻ എല്ലാവിധ സ്വാഗതങ്ങളും അരുളിയും കൊണ്ട് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ അല്ലാഹു തആല അദ്ദേഹം നൽകുന്ന എല്ലാ ദാനധർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുകയും ഇനിയും ഒരുപാട് കാലം പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി സഹായങ്ങൾ നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ സ്വാഗതം അരുളുകയാണ്. മറ്റൊരു വ്യക്തിത്വമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനനായ ഹാജി ഇബ്രാഹിം കോടിജാൻ, അധ്യക്ഷർ മംഗളൂർ നഗരാഭിവൃദ്ധി പ്രാധികാര മൂടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഇത്തരം പരിപാടികൾക്ക് വേണ്ടി
ഒരുപാട് സഹായ സഹകരണം ചെയ്യുന്ന വ്യക്തിത്വമാണ്. ഇനിയും നമ്മുടെ ഒപ്പം നിന്ന് സഹകരിക്കാൻ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കരുത്തും നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ സ്വാഗതം അരുളുകയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിന്റെ മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനനായ എം.എ. കാസിം ഉസ്താദ്. എം.എ. കാസിം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ 10-25 വർഷക്കാലം ബഹുമാനപ്പെട്ട കാസിം ഉസ്താദിന്റെ പിതാവാണ് ഇവിടെ ദർസ് നടത്തിയിരുന്നത്. കിഞ്ഞാറ നാടെന്ന് പറഞ്ഞാൽ ആദ്യമായി ദക്ഷിണകന്നഡയിൽ തന്നെ ദർസ് തുടങ്ങിയ നാടാണെന്ന് അറിയപ്പെട്ട ഒരു പ്രദേശമാണ്. ഇൽമ കൊണ്ട് നിറക്കപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. അതിൽ ഒന്നാമനായി എണ്ണപ്പെടുന്നത് ബഹുമാനനായ കാസിം ഉസ്താദിന്റെ പിതാവിനെയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ പിതാവിന്റെ ദറജയെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ് നമ്മുടെ ഒപ്പമുണ്ട്. ഞാൻ ഉസ്താദ് അവരുകളെയും സ്വാഗതം അരുളുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേജ് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ സെക്രട്ടറി, ദക്ഷിണ കർണാടകയുടെ കരുത്തനായ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബംബ്രാൻ ഉസ്താദ് അവരുകളാണ്. ഉസ്താദ് അവരുകളെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ദക്ഷിണ കർണാടകയുടെ പ്രധാനപ്പെട്ട ഒരു മെമ്പറും നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കെ.സി. റോഡ് ഇബ്രാഹിം ബാക്കവി ഉസ്താദ്, പാത്തൂർ ഉസ്താദ്, അതുപോലെ എം.പി. മുഹമ്മദ് സൈദ്, ഇസ്മായിൽ ഫൈദി, ഉസ്മാൻ ഫൈദി, കെ.പി. അബ്ദുൽ ഖാദർ ദാരിമി കൊടുങ്കായി, ദക്ഷിണ കന്നഡ ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമിന്റെ പ്രസിഡന്റ്, അതേപോലെ തന്നെ ദക്ഷിണ കന്നഡ ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമിന്റെ കരുത്തനായ സെക്രട്ടറി കെ. ഉമർ ദാരിമി, കെ. അബ്ദുൽ ഖാദർ ദാരിമി കുക്കിള, SKSSF ദക്ഷിണ കന്നഡ ജില്ലയുടെ പ്രസിഡന്റായ അബ്ബാസ് ദാരിമി കളിഞ്ച, ഇസ്ഹാഖ് ഫൈദി കുക്കിള, അബ്ദുൽ മജീദ് ദാരിമീസ് അസോസിയേഷൻ ദക്ഷിണ ജില്ല ഫൈസീസിന്റെ പ്രസിഡന്റായ മുസൽ ഫൈദി, അബ്ദുൾ റഷീദ് യമാനെ, ഹസൻ അർഷദ്, അബ്ദുൾ റഷീദ് റഹ്മാനെ, മുഹമ്മദ് സിനാൻ അസ്ഹരി മംഗളയുടെ ഖതീബ്, അതേപോലെ തന്നെ കിന്ന ജമാഅത്തിന്റെ പ്രഗൽഭനായ മുദരിസും, അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് ഒരു കരുത്തായി ഞങ്ങൾ കരുതുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ കാസിമി ഉസ്താദ് അവர்களுം വേദിയിലുണ്ട്. ആദരപൂർവ്വം അവരൊക്കെയും ഞാൻ സ്വാഗതം നൽകുകയാണ്. അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജ്മെന്റ് പ്രസിഡന്റ് ഐ മൊയ്തീൻ അബ്ബ ഹാജി, അതേപോലെ തന്നെ മെട്രോ ഹമീദ് ഹാജി, നമ്മുടെ മദ്രസ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ എടുത്തപ്പോൾ അതിനുവേണ്ടി ആഹോരാത്രി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അല്ലാഹു തആല അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഉസ്മാൻ ഫൈദി തോടാർ ബഹജത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ്. അതേപോലെ ബഹജത്തുൽ ഉലമയുടെ സെക്രട്ടറിയായ ഇബ്രാഹിം ദാരിമി, തന്നെ നമ്മുടെ NS കരീം, നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയും നമ്മുടെ ഈ നാട്ടിൽ സമസ്തയുടെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതേപോലെ ഞങ്ങൾ വാലി ത്വയ്ബയിൽ ഒരു പ്രസ്ഥാനത്തിന് തറക്കല്ലിടുന്നെന്ന് കേട്ടപ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം പറയുകയാണ്. അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായ നമ്മുടെ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷരായ സിറാജ്, ഞങ്ങൾക്ക് വേണ്ടി സിറാജ് ഞങ്ങളോടൊപ്പം, അതേപോലെ UT ഖാദറുമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തരാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയും മാത്രമല്ല കിന്ന ജമാഅത്തിന് വേണ്ടി ഒരുപാട് കാലം പ്രവർത്തിച്ച ബഹുമാനനായ നമ്മുടെ സമർത്ഥനായ പ്രസിഡന്റ് ഹാജി സാദ് കുഞ്ഞി മാസ്റ്റർ, അതുപോലെ തന്നെ 25 വർഷക്കാലം കിന്ന ജമാഅത്തിന്റെ സെക്രട്ടറിയായ നമ്മുടെ ഒരു വലിയ വ്യക്തിയും സംസുല്ലമ ദാറുസ്സലാം അറബി കോളേജിന്റെ നിർദ്ദേശകനും കൂടിയായ ബഹുമാനപ്പെട്ട ഹുസൈൻ കുഞ്ഞി ഹാജി, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം പറയുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായ എല്ലാ വ്യക്തിത്വങ്ങളെയും ബഹുമാനനായ അബ്ദുൽ ഹക്കീം പരുത്തിപ്പാടി, ഇബ്രാഹിം ഗോഡാജ്, അതേപോലെ തന്നെ സുലൈമാൻ ഹാജി, സിതാർ ഹാജി, മജീദ്, അതേപോലെ മറക്കാനാകാത്തൊരു വ്യക്തിത്വമാണ് അബ്ദുൽ ഹസീദ് പരുത്തിപ്പാടി. നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത ഒരു അയൽവാസി കൂടിയാണ് അബ്ദുൽ ഹസീദ് പരുത്തിപ്പാടി. നിങ്ങൾ 2 റോഡുകൾ അവിടത്തേക്ക് പോകും കണ്ടിട്ടുണ്ടാകും. ഒരു അപ്പുള്ള റോഡ്, അതിൽ കൂടി സഞ്ചരിക്കാൻ പ്രയാസമുണ്ടെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ സ്ഥാപനത്തിന് സംസുല്ലമയുടെ സ്ഥാപനമെന്ന് കേട്ടപ്പോൾ ഞാനും സംസുല്ലമയുടെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സഹായം വേണം ആ സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. വളരെ നല്ല മനസ്സോടെ നല്ല വാക്കുകൾ. ആ വ്യക്തിയുടെ അടുത്ത് പോയാൽ എന്നും കാണാൻ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കലിമത്തുൻ തയ്യിബ, നല്ല വാക്ക്. കലിമത്തുൻ തയ്യിബ കസജറത്തുൻ തയ്യിബ എന്ന് പറഞ്ഞ പോലെ
ഖദറത്തുൻ ത്വയ്യിബയാണെങ്കിൽ ആ വൃക്ഷത്തിന്റെ അടിയിൽ പ്രയാസമുള്ളവർക്ക് പോയി റാഹത്തെടുക്കാൻ പറ്റുന്നത് പോലെ കലിമത്തു ത്വയ്യിബയിൽ നമുക്ക് റാഹത്തുണ്ട്. അങ്ങനെ നല്ല വാക്കുകൾ പറഞ്ഞ് എല്ലാ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്ന, എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് ഉറപ്പ് തന്ന ഒരു വ്യക്തിത്വം. അതേപോലെ മഞ്ഞനാട് ജമാഅത്തിന്റെ കരുത്തനായ സെക്രട്ടറി കൂടിയാണ് അബ്ദുൽ ഹസീബ് പരുത്തിപ്പാടി. മറ്റൊരു വ്യക്തിയാണ് മഞ്ഞനാടിയുടെ പ്രസിഡന്റ് മൈസൂർ ബാബ എന്നറിയപ്പെടുന്ന അബ്ദുൽ ഹസീബ്. അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്ന്, ഞാൻ വേദിയിലേക്ക് വരൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും, ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഞാൻ അമീർ തങ്ങളുടെ ആളാണെന്ന് ഉറപ്പോട് ആർജവത്തോട് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഞാൻ എല്ലാവിധ സ്വാഗതങ്ങളും അരുളുന്നു. അല്ലാഹു തആല അർഹമായ പ്രതിഫലം അവർക്കൊക്കെ. അതേപോലെ നമ്മുടെ ജമാഅത്തിൽ ഒരുപാട് കാലം മുദരിസായി സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഫൈസ് ഉസ്താദ് അവർകൾ ഇന്ന് പയ്യക്കിലെ മുദരിസാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം അരുളുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ നേതാക്കളെയും, അതേപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളോടൊപ്പം ഇവിടെ വന്ന വ്യക്തിത്വങ്ങളെയും, നമ്മുടെ കാലിയാരുടെ മകൻ നൗഫൽ ഫൈസി ഉസ്താദ് അവറുകളെയും, പിന്നെ ഹമീദ് ദാരിമി, അബ്ദുറഹ്മാൻ ദാരിമി, ഇതുപോലെയുള്ള എല്ലാ പണ്ഡിത മഹത്തുക്കളെയും ഇവിടെ ഒരുമിച്ച് കൂടി ഓരോരുത്തരെയും എല്ലാവർക്കും അവർ അർഹിക്കുന്ന വിധത്തിലുള്ള സ്വാഗതങ്ങൾ അരുളുന്നു. അതുപോലെ ഞങ്ങൾക്ക് മറക്കാനാകാത്തൊരു കാര്യമാണ്, ഞങ്ങൾ സംസുല്ലമ ദാറുസ്സലാം അറബിക് കോളേജ് എന്ന സ്ഥാപനത്തിന് കിന്നയിൽ ലക്ഷ്യം കൊണ്ട് തുടക്കം കുറിക്കുന്നെന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ തൊട്ടി ഉസ്താദ് അവറുകൾ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഉസ്താദ് അവറുകളെ ഞാൻ എല്ലാവിധ സ്വാഗതങ്ങളും അരുളിക്കൊള്ളുന്നു. ഞങ്ങൾക്ക് കരുത്തു നൽകിയവരാണ് ഈ കിന്നയുടെ എല്ലാ പ്രവർത്തകന്മാർ. കിന്നയിലുള്ള എല്ലാ പ്രവർത്തകരും ഞങ്ങൾ എല്ലാവരെയും ഓർക്കുകയാണ്. ഇവിടുത്തെ പഞ്ചായത്തിന്റെ മെമ്പർമാർ, ഇവിടെ ഒരുപാട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഹമീദ്, അതേപോലെ തന്നെ അബൂ സാലിഹ്, മുഹമ്മദ് ഷാ, അതേപോലെ തന്നെ ഫാറൂഖ്, പിന്നെ ഇങ്ങനെയുള്ള അതുപോലെ അല്ലാത്ത നമ്മുടെ മുസ്ലിം സമുദായത്തിലും അമുസ്ലിമുകളിൽപ്പെട്ട മെമ്പർമാർ, അതേപോലെ തന്നെ സംസുല്ലമ ഇസ്ലാമിക് സെന്ററിന്റെയും SYSC, SKSSF, കുത്തുബിയ ആല വിദ്യാർത്ഥി, അതേപോലെ അൻസാറുൽ മസാക്കിന്റെ പ്രവർത്തകന്മാർ, അറഫ ഫ്രണ്ട്സിന്റെയും, അതേപോലെ അൽ ഫലാഹ്, ഖിദ്മത്തുൽ ഇസ്ലാം, അൽ അമീനി, അതേപോലെ സംസം, ഇങ്ങനെയുള്ള എല്ലാ സംഘടനയുടെ പ്രവർത്തകന്മാരും ഞങ്ങളോടൊപ്പം ഞങ്ങളെ സഹായിക്കാനും കഴിഞ്ഞ രാത്രിയും മുമ്പത്തെ രാത്രിയും ഉറക്കം പിടിച്ച് രാത്രി പകലെന്ന വ്യത്യാസമില്ലാതെ അവരുടെ എല്ലാ തിരക്കുകളും ഒഴിവാക്കിയുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ച വ്യക്തിത്വങ്ങളാണ്. അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരെ ഞങ്ങൾക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. അവർ എപ്പോഴും ഞങ്ങളോടൊപ്പം എല്ലാ നിലക്കുമുള്ള കഷ്ടപ്പെടുന്നവരാണ്. അവർക്കൊക്കെ ഉസ്താദന്മാർ പ്രത്യേകിച്ചും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം അവർക്ക് എല്ലാവിധ സ്വാഗതങ്ങളും ഞാൻ അരുളുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ കിഞ്ഞ നാട്ടിലുള്ള എല്ലാ ജമാഅത്ത് മെമ്പർമാർ, ജമാഅത്ത് കമ്മിറ്റി മെമ്പർമാർ, ഒരുപാട് ജമാഅത്ത് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ, ബഷീർ, അതേപോലെ തന്നെ KH അഹമ്മദാജ്, അതുപോലെ തന്നെ ബാവച്ച, സാഗ്ബാഗ്, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, അതിന്റെ ജോയിന്റ് സെക്രട്ടറിമാർ, ഖജാഞ്ചി കായിഞ്ഞാജി പോലെയുള്ള ആൾക്കാർ നമ്മുടെ ഈ സ്റ്റേജിലുണ്ട്. അവരെല്ലാരെയും ഞാൻ എല്ലാവിധ സ്വാഗതങ്ങളും പറഞ്ഞതോടൊപ്പം മറ്റൊരു വ്യക്തിയാണ് നമുക്ക് മറക്കാൻ കഴിയാത്ത ബഹുമാനപ്പെട്ട ഹമീദാജി സെൻട്രൽ ഹനീഫാജ് അവറുകൾ. നമുക്ക് മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ്. സമസ്തയെ എല്ലാ നിലക്കും സഹായിച്ചു കൊണ്ടിരിക്കുന്ന, സമസ്തയുടെ എല്ലാ പ്രവർത്തകന്മാരെയും ഉന്മേഷം പകർന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം അരുളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സംസുല്ലമ ദാറുസ്സലാം അറബിക് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ സംരംഭത്തിലേക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്ന മാധ്യമ പ്രവർത്തകന്മാരെയും, അതേപോലെ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായേക്കാം വാർത്താ ഭാരത്തിൽ ആഡ് കൊടുത്തുകൊണ്ട് സഹായിച്ച ബദ്രുദ്ദീനും ഹുസൈനാജ്, അലി ഗ്രൂപ്പ് എന്ന് പറയുന്ന വ്യക്തിത്വങ്ങൾ, ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി സഹായിച്ചവരുണ്ട്. മാധ്യമ പ്രവർത്തകർ, അതേപോലെ തന്നെ വീഡിയോ സൗണ്ട്സ് പോലെയുള്ള എല്ലാ നിലക്കുമുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന നമ്മുടെ എല്ലാ നല്ല പ്രവർത്തകന്മാർക്കും എല്ലാവിധ സ്വാഗതങ്ങളും ഞാൻ അരുളുന്നു. ഈ നട്ടുച്ച സമയത്ത് വരെ ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യരായ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ പ്രവർത്തകന്മാരായ എല്ലാ വ്യക്തിത്വങ്ങളെയും ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരെയും അവർ അർഹിക്കുന്ന വിധത്തിലുള്ള സ്വാഗതങ്ങൾ അരുളുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ
നമുക്ക് നമ്മളോടൊപ്പമുള്ള ബഹുമാനനായ ഇസ്മായിൽ ഹാജി അദ്നാൻ പാലസ്, അദ്ദേഹം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞാനും ഈ കിഞ്ഞനാട്ടിൽ ഉയരാൻ വേണ്ടി പോകുന്ന ശംസുല്ലമാ ദാറുസ്സലാം അറബിക് കോളേജിന്റെ ഒരു ഭാഗമായി നിങ്ങൾ എന്നെ കരുതുക എന്നും കൂടി ഞങ്ങൾക്ക് ഉറപ്പു തന്ന, ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾക്ക് സഹായിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണത്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ അസുഖങ്ങളൊക്കെ നാദാ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ റഹ്മാനെ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവിധ സ്വാഗതങ്ങളും അദ്ദേഹത്തിന് മരളുന്നു. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മറാഠി മോലെ മൊയ്തീൻ കുഞ്ഞി ഹാജി, അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം സഹകരിച്ച മംഗളനഗറിൽ സ്ഥാപനം ഉണ്ടാകുമ്പോൾ സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവർ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുമ്പോൾ സമയത്തിന്റെ അഭാവത ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് അവർക്കും എല്ലാവിധ സ്വാഗതങ്ങളും, സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതരെയും നേതാക്കളെയും സാദാത്യങ്ങളെയും ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ വ്യക്തിത്വങ്ങളെയും എല്ലാവിധ സ്വാഗതങ്ങളും മരളിയും കൊണ്ട്, അതേപോലെ ശംസുല്ലമാ ദാറുസ്സലാം അറബിക് കോളേജിന്റെ അതിന്റെ മാനേജറാകുന്ന സുലൈമാൻ ഫൈസി, അതിന്റെ അധ്യാപകരാകുന്ന റിയാസ് മാസ്റ്റർ, സംസീർ മാസ്റ്റർ, അതിന്റെ വിദ്യാർത്ഥികളെയും എല്ലാവിധ സ്വാഗതങ്ങളും മരളിയും കൊണ്ട് എല്ലാവർക്കും ഒന്നും കൂടി സ്വാഗതം മരളി. നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഈ പ്രസ്ഥാനത്തോട് കൂടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിനെ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മേലിൽ നമ്മുടെ ഈ സ്ഥാപനം ഉയർന്നു വരണമെങ്കിൽ നിങ്ങളുടെ നല്ലതായ സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ശംസുല്ലമാ ദാറുസ്സലാം എന്ന് പറയുന്ന ശൈഖുനാ ശംസുല്ലമയുടെ നാമധേയത്തിൽ ഉയർത്തപ്പെടുന്ന സ്ഥാപനമാണ്. അതിനോടൊപ്പം നിങ്ങൾ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തു. ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ವಸಂತ ಕಾಲದ ಸಂಧ್ಯಾ ರಾಗ, ಜ್ಞಾನ ತರಂಗದ ಪ್ರಬೋಧನೆಯ ಸಾರಥಿ, ಸದ್ದು ಗದ್ದಲ ಇಲ್ಲದ ಅನುಭವದ ಆಗರ, ವಿಜ್ಞಾನದ ಸಾಗರ, ಸಮಸ್ತ ಕೇಂದ್ರೀಯ ಸಮಿತಿದರ ಮುಷಾವರ ಸದಸ್ಯರು ಆದಂತಹ ಶೇಖುನಾ ಅಬ್ದುಲ್ ಜಬ್ಬಾರ್ ಉಸ್ತಾದ್ ಮಿತ್ತಂಬೈಲು ಇದೀಗ ವೇದಿಕೆಯನ್ನ ಉದ್ಘಾಟಿಸಲಿಕ್ಕಿದ್ದಾರೆ. ഏറെ ആദരം നിറഞ്ഞ ഈ വേദിയിൽ സന്നിധരായിട്ടുള്ള ബഹുമാനപ്പെട്ട ജബ്ബാർ മുസ്ലിയാർ, താഖ അഹമ്മദ് മൗലവി, ബഹുമാനപ്പെട്ട ഖദർ സാഹിബ്, ബഹുമാനപ്പെട്ട കാസിം മുസ്ലിയാർ, നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ സെക്രട്ടറി AV മുസ്ലിയാർ, മറ്റൂടെ സന്നിധരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠരെ, ഉലമാക്കളെ, ഉമറാക്കളെ, സംഘാടക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് രണ്ട് വാക്ക് പറഞ്ഞ് ട്രെയിനിൽ പോകേണ്ടതുണ്ട്. വളരെ മഹത്വം നിറഞ്ഞ ഒരു ചടങ്ങിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഈ പ്രദേശത്ത് ഒരു പുതിയ വിജ്ഞാനത്തിന്റെ കേന്ദ്രം തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആത്മീയാധ്യാത്മികമായ വിജ്ഞാനം, അതാണ് ഒരു മനുഷ്യ സമൂഹത്തെ ഉത്കൃഷ്ടമാക്കുന്നത് എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഭൗതികമായ എല്ലാ സാഹചര്യവും ലോകത്തുണ്ടായപ്പോഴൊക്കെ ഇവിടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉത്കൃഷ്ടമായ സമൂഹം ഉണ്ടായത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തെ 23 വർഷ കാലഘട്ടം അവർ നടത്തിയ ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ ഒരു ഫലമായിട്ടാണ്. അത് പരിശുദ്ധമായ ഇസ്ലാം ദീനിന്റെ ഏറ്റവും വലിയ ഒരു ഇഫക്റ്റാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിലുള്ള ദീൻ എന്ന് പറയുന്ന ഇസ്ലാമാണ്. ആ ദീനാണ് ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ സംസ്കാരം പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ഉന്നതമായ സംസ്കാരം പഠിപ്പിച്ചത് ലോകത്തെ ഇസ്ലാം മതമാണ്. ഇവിടെ ഇന്ന് നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ കീഴിലുള്ള ഒരു ബ്രാഞ്ച് ആയിക്കൊണ്ട് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ അതിനുവേണ്ടി ഇവിടെ സ്ഥലം കൊടുക്കുകയും മറ്റ് എല്ലാ രീതിയിലുമുള്ള സഹകരണവും പിന്തുണയും നൽകിയിട്ടുള്ള നമ്മുടെ സഹോദരൻ, അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ, അവരൊക്കെ ഏറ്റവും നല്ല സുദീർഘമായ ഒരു സേവനമാണ് ചെയ്തത്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസൻ. ഒന്നുകിൽ നിങ്ങൾ പണ്ഡിതരാവുക, അല്ലെങ്കിൽ നിങ്ങൾ അത് പഠിതാക്കളാവുക, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നവനാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവനാവുക. അഞ്ചാമതൊരാൾ നിങ്ങൾ ആവരുത്. ഇതിലേതെങ്കിലും ഒരു ഗണത്തിൽ നമ്മൾ പെടേണ്ടതുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്, ആലിമ്യങ്ങളുണ്ട്, മുതഅല്ലിമുകളുണ്ട്, കേൾക്കുന്നവരുണ്ട്, എല്ലാം ഇൽമിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇൽമ എന്ന് പറയുന്നത് ദീനിന്റെ ജീവനാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം.
എലിമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ദീനിനെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. അത്തരം ഒരു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ആദ്യമായി അള്ളാഹു ചെയ്തത് വഅല്ലമൽ ആദമ അസ്മാഅ കുല്ലഹ, എല്ലാ കാര്യങ്ങളും അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ ഒരു